നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ആർട്ട് സിൽക്ക് എന്ന് പറയുന്നു. ആർട്ട് സിൽക്കിൻ്റെ പ്യുവർ അല്ല, ഒരു അതായത് റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പ്യുവർ അല്ല എന്ന് പറയുന്നത്. പക്ഷേ പ്യുവർ അല്ല എന്ന് പറഞ്ഞാലേ അറിയൂ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കുറച്ച് സാരി. ഇത് നമുക്ക് ഡെയിലി വെയർ സാരി എന്ന് വേണമെങ്കിലും കരുതാം, ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും ഉടുക്കാം. ഒരു സിൽക്കി ടച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ഡെയിലി ഉപയോഗിക്കാനും നല്ലതാണ്. ഇതിൻ്റെ രണ്ട് ടൈപ്പ് പ്രിൻ്റ് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ ഉണ്ട്. അതാണ് ഇന്ന് അത് മാത്രമല്ല കാണിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാരിയുടെ കംഫർട്ടും ഒപ്പം കണ്ടാൽ നല്ല ഒരു സ്റ്റൈലിങ്ങുമാണ്, നല്ല ഒരു ഭംഗിയാണ്, ശരീരത്തോട് ചേർന്ന് നല്ല ഇതായിട്ട് കിടക്കുകയും ചെയ്യും. നിങ്ങൾ ഇതിൻ്റെ സ്റ്റഫ് നോക്കുമ്പോൾ അറിയാം, ഉണ്ടോ, നല്ല പറ്റിച്ചേർന്നാണ് കിടക്കുന്നത്, ഭയങ്കര സോഫ്റ്റാണ്. എന്നാൽ നമ്മളുടെ സെമി സിൽക്ക് സാരി പോലെ ഇങ്ങനെ ഉതിർന്ന് ഫ്ലോയി ആയിട്ട് പോകുന്നുമില്ല, പിടിച്ചു കിടക്കും. ഒരു ട്രാൻസ്പെറൻറ്റും അല്ല, ഒരു ഭയങ്കര സ്മൂത്താണ്, പക്ഷെ ഫ്ലോയി അല്ല, ട്രാൻസ്പെറൻ്റ് അല്ല, സിൽക്കി ടച്ച് ഉണ്ട്. അങ്ങനെയുള്ള പല ഘടകങ്ങൾ. ഇതാണ് സാരി. ഇതിൻ്റെ ഒരു സംഭവം എന്ന് വന്നു കണ്ടോ, ഇതാണ് ഒറ്റ പ്ലീറ്റ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ചെറിയ ഇങ്ങനെ ഒരു ഗോൾഡൻ ബോർഡർ കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ചെറിയൊരു ഫങ്ഷൻ ടച്ചും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്ലൗസ് കാണിക്കാം. ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ഒന്നുമില്ല. എന്നാന്ന് ചോദിച്ചാൽ മുന്താണി കാണിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നോക്കുവാണേ ചോദിച്ചാൽ അല്ലാതെ പറ്റത്തില്ല. മുന്താണി വന്നിട്ടേ ഒന്നുമില്ല, ചുമ്മാ ലൈൻസ് മാത്രമേ ഉള്ളൂ മുന്താണി, ബാക്കി ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ലൈൻസ് മാത്രമേ ഉള്ളൂ മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ് വരുന്നത്. കണ്ടോ, ഈ ഒരു ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഈ ബ്ലൗസ് തന്നെ ഇതിനിടുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ചില്ലി റെഡ് കളറ്, ചില്ലി റെഡെന്നോ ബ്ലഡ് റെഡെന്നോ ചില്ലി റെഡ് കളറാണ്. നല്ലൊരു ചുവപ്പ്, അല്ലാതെ ഒരു ശരിക്കും പറയാം ഒരു വൃത്തിയായിട്ട ചുവപ്പെന്ന് പറയില്ല, അങ്ങനത്തെ അല്ല, നല്ലൊരു ഭംഗിയുള്ള ഒരു ചുവപ്പ്, ചില്ലി റെഡ് കളറ്. മുന്താണിയൊന്നുമില്ല, സിമ്പിൾ മുന്താണിയാണ്. ഇങ്ങനെ ഇതാണ് ബ്ലൗസ്. ഇത്രയേ ഉള്ളൂ ഈ സാരിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റഫ് തന്നെയാണ്. ആർട്ട് സിൽക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റഫ് തന്നെയാണ്. ഇത് പ്യുവറാന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല, പ്യുവറാണെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് തന്നെയാണ് അങ്ങനെ കരുതാത്തതിൻ്റെ കാരണം, വേറെ ഒന്നുമല്ല. ബാക്കി ഇതിൻ്റെ ടെക്സ്ചറോ കാര്യങ്ങളോ ഒന്നും കൊണ്ട് അങ്ങനെ അയ്യോ ഇത് അത്രയ്ക്കൊന്നും തോന്നത്തില്ല എന്ന് ഒരിക്കലും തോന്നത്തില്ല. എത്രയ്ക്കൊന്നും തോന്നത്തില്ല എന്ന് ഒരിക്കലും തോന്നത്തില്ല. അതായത് നല്ല വിലപിടിപ്പുള്ള സാരിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. വില മാത്രം ഇച്ചിരി കുറഞ്ഞു പോയിന്ന് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് വില കുറഞ്ഞത് കൊണ്ടാണ് പ്യുവർ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. പ്യുവർ ആർട്ട് സിൽക്ക് ആയിരിക്കില്ല എന്ന് പറയാം. ഇതാണ് സാരി. എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. 1 പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം, നല്ലതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം. എന്നാണേലും ആകെപ്പാടെ നല്ല സാരിയാണ്. പിന്നെ വന്നേക്കുന്ന കളർ കോമ്പിനേഷൻസും എല്ലാം നല്ലതാണ്. അടുത്തത് ഇനി എല്ലാത്തിൻ്റെയും മുന്താണി ഞാൻ കാണിക്കുന്നില്ല. മുന്താണി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല, ഒരു ലൈൻസേ ഉള്ളൂ. സാരിയുടെ കളർ മാത്രം കാണിച്ചു തരാം. പോരേ പറ. അടുത്തത് എന്താ, നല്ല കളറല്ലേ. എന്നു ചോദിച്ചാൽ ഇതിപ്പോൾ വന്നിട്ട് വയലറ്റ് അല്ലേ, വയലറ്റ് അല്ലേ. ഞാൻ ഈ കളർ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് തോന്നും. എന്നെ കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടല്ല, ഇടയായിട്ട് എനിക്ക് കളറിനകത്ത് എന്തോ കുറച്ച് കുഴപ്പം പറ്റിയിട്ടുണ്ട്. അല്ലേ ഭയങ്കര കളറാണ്, എന്താ നല്ല കളർ. ഇത് കണ്ടാൽ ഈ വിലയേ ഉള്ളൂ എന്ന് പറയുമോ? ഈ സാരിയുടെ വില എത്ര? 660. അയ്യോ, ചുമ്മാ പറഞ്ഞല്ല, 1 ലാഖമാണ്. കാരണം 660 ഇത് ഞാൻ കൂട്ടിയിട്ടായിരുന്നു മതി, എന്നാൽ പോലും അറിയില്ല. നിങ്ങളിത് പോയിട്ട് ഒരു 1500 1800 രൂപ പറഞ്ഞാലും ആരും അതിശയിക്കത്തില്ല. അത്രയ്ക്ക് നല്ല സ്റ്റഫും നല്ല സാരിയാണ്. കൈ കിട്ടിക്കഴിയുമ്പോൾ വാങ്ങിക്കുന്നവർക്ക് മനസ്സിലാവും.
പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ കളറിനും കണ്ടമാനം സ്റ്റോക്കില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് കളർ പ്രയോറിറ്റി കൊടുത്തു, പിന്നെ സെക്കൻഡ്, അങ്ങനെ ഇഷ്ടപ്പെട്ട കളറില്ലെങ്കിൽ അടുത്ത കളർ ചോദിച്ചേക്കുക. റീസ്റ്റോക്ക് വരുന്ന കാര്യം 1% പോലും ഷുവർട്ടി ഇല്ല. അതങ്ങനെ ഈ കൊള്ളാം സാധനമൊക്കെ റീസ്റ്റോക്ക് വരാൻ ഇച്ചിരി പാടാണ്. എന്നെ കളിയാണോ? ഒന്നുമല്ല, അത് ആവശ്യക്കാർ കൂടുതലാണ്. ഡിമാൻഡ് കൂടുമ്പം സപ്ലൈ കുറയും അല്ലേ? സപ്ലൈ കുറയും. അതെന്തിനാണ്? ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. എക്കണോമിക്സ് പഠിക്കണം, എക്കണോമിക്സ്. മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു ക്ഷാമം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ അയ്യോ അത് ഇച്ചിരിയും കൂടി ഉള്ളെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആർത്തിയല്ലേ, അയ്യോ അത് ഇനിയും വേണമെന്ന്. ആ സമയം കണ്ടമാനം ഇരിക്കുകയാണ് നമുക്ക് ടേസ്റ്റ് തോന്നത്തില്ല. ഇച്ചിരി ഉള്ളെന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഈ ചക്കപ്പുഴുക്കൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ചക്കപ്രാന്തി ചെയ്യാൻ ഉണ്ട്. എന്തുവാ പർപ്പിൾ ഷെയ്ഡ് ആനക്കാര്യത്തിനിടയല്ല, ചേനക്കാര്യം കൊണ്ട് വരുന്നത് പറയാതെ. ചക്കയുടെയൊക്കെ സീസണല്ലേ, പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? പർപ്പിളല്ലേ ഈ എന്തുവാ പറയുന്നത്, ഇത് കാച്ചിലിൻ്റെയൊക്കെ കളർ. നാടൻ കാര്യങ്ങൾ തന്നെ പറയുന്നത് കേട്ടോ. നാടൻ ചക്ക, കാച്ചിൽ, നാട്ടുംപുറത്തുകാരിയായിട്ടേ ഞാൻ, അതുകൊണ്ടാണ്. നല്ല കളർ കേട്ടോ. മുന്താണി കാണിക്കാത്തൊന്നുമല്ല കേട്ടോ. ഈ മുന്താണി ഇതിനകത്ത് കയറ്റി ഒരു മടക്കിനകത്ത് വെച്ചിരിക്കും. അതുകൊണ്ടാണ് മുന്താണി ഞാനൊന്ന് കാണിച്ചു. അതുകൊണ്ട് ഒന്നുമില്ല, ഈ ഒരു ലൈൻസ് ഉണ്ടെന്നേ ഉള്ളൂ മുന്താണിക്ക്, വേറെ ഒന്നുമില്ല. ഈ ഒരു ബോഡിയെ കൊണ്ട് ഇങ്ങനെ 2-3 ലൈൻസ് പോകുന്നു, അതേ ഉള്ളൂ മുന്താണി. നിങ്ങളിതിൻ്റെ സ്റ്റഫ്, പ്രിൻ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല വൃത്തിയുള്ള അതിൻ്റെ ബോർഡറും സൂപ്പറാണ്. അതിപ്പോൾ വന്നിട്ട് പർപ്പിൾ കളർ, ഇത് ടീൽ ബ്ലൂ കളർ. എന്നാന്നറിയോ, കളർ ചിലരുടെ എങ്കിലും ഫോണിൽ കറക്റ്റ് കളർ ആയിരിക്കത്തില്ല കാണുന്നത്. ഞാൻ കാണുമ്പോൾ എൻ്റെ ഫോണിൽ കറക്റ്റ്, എൻ്റെ ഫോണിലല്ല, എൻ്റെ ഫോണിൽ കറക്റ്റ് കളർ കിട്ടത്തില്ല. എനിക്ക് പൊട്ട ഫോണൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഫോണുണ്ട്, അത് ഉപയോഗിക്കത്തുമില്ല. ടീൽ ബ്ലൂ കണ്ടോ? അതിനെ കാണുമ്പോൾ നല്ല ഭംഗിയാണോ? ബ്ലൗസും ഞാൻ കാണിച്ചല്ലോ, കണ്ടോ? ബ്ലാക്ക് അടിപൊളിയല്ലേ? ഹാ, കറുപ്പിനഴക് എന്ന് പറയുന്ന പോലെ എന്നെ അഴകല്ലേ, നല്ല രസമല്ലേ? ആ ഡിസൈൻ ഇത് തന്നെ, ഇങ്ങനെ ബ്ലാക്ക്. ആ ബ്ലൗസ് തന്നെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അതിൻ്റെ ബ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. കാരണം എന്നാന്ന് പറയട്ടെ, അതിൻ്റെ കയ്യേ വരുന്ന ഡിസൈൻ ബ്ലൗസിന് വരുമ്പോൾ സോറി കയ്യേൽ ബ്ലൗസേ വരുന്ന ഡിസൈൻ ചെറുതാണ്. അപ്പം ഒരു പ്ലെയിൻ ബ്ലൗസിൽ അവിടെ ഇവിടെ ഇതുള്ള പോലെ ഇരിക്കുക. കയ്യേൽ ആ ബോർഡറും ഒക്കെ ആയിട്ട് നല്ല എടുപ്പായിരിക്കും ബ്ലൗസ് അത് തന്നെ ഇടുവാണെങ്കിൽ. പിന്നെ ഇങ്ങനെ ഇടാം. കണിക്കൊന്ന പൂവിൻ്റെ കളറുള്ള മഞ്ഞ, നല്ല കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന പോലെ അല്ലേ? നല്ല കളർ കേട്ടോ, നല്ല പ്രസരിപ്പുണ്ടാക്കുന്ന മഞ്ഞ കളർ. ഇപ്പം എല്ലായിടത്തും കണിക്കൊന്ന പൂക്കാനൊക്കെ തുടങ്ങിയല്ലോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. കണിക്കൊന്നാടെ കണിക്കൊന്നയുടെ ഇടയ്ക്ക് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. എനിക്കിട്ട് ഓള് ഇടുന്ന ഞാൻ കണിക്കൊന്നയുടെ ഇത് പറഞ്ഞില്ലേ അതിന്. ഇത് ഡിസൈൻ വേറെ കേട്ടോ, അത് തന്നെ സാരി, സെയിം സാരി, ഡിസൈൻ വ്യത്യാസം. മറ്റേ ചില്ലി റെഡ് കളറ്, ഈ ഡിസൈൻ നിറച്ചും അതിൻ്റെ വേറൊരു ഡിസൈൻ. ഇതിങ്ങനെ എല്ലാത്തിനും നിറച്ചും ഡിസൈൻ തന്നെയാണ്. ഇങ്ങനെ ഇതിൻ്റെ മുന്താണി ഇച്ചിരി വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേ ഡിസൈനിൽ ഒരേ സാരിയെ പിടിക്കല്ലോ കേട്ടോ. നിങ്ങൾക്ക് ഈ സാരിയൊക്കെ ഈ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ലാഭത്തിൽ തന്നെയാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, എൻ്റെ സാധനമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്വയം പൊക്കി SP അടിക്കുന്നതല്ല. SP എന്ന് പറഞ്ഞാൽ സ്വയം പൊങ്ങി, അറിയോ? കണ്ടിട്ടുണ്ടോ? കണ്ണാടി നോക്കിയാൽ മതി. എന്നെങ്കിൽ അങ്ങനെ അടിക്കുന്നതല്ല. എന്നാന്ന് ചോദിച്ചാൽ ഇത് എപ്പോഴും ഒന്നും കിട്ടുന്ന സാധനമല്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള കിട്ടുന്നത് അടുത്ത് വാങ്ങിച്ചോണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞിട്ട് ആളെ കിട്ടിയില്ല, ഞാൻ ചെയ്തേക്കണം. ഇതിൻ്റെ മുന്താണി വേറെയാണേ. ഇത് 1 പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ മുന്താണി ഇത്, മുന്താണി ഇത്, ബ്ലൗസ് ഇത്.
ബ്ലൗസൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ, 1 മീറ്ററൊക്കെ എന്നാണേലും ഉണ്ട്. സാരിയുടെ റേറ്റൊക്കെ കുറയും തോറും ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാമമാത്രമായിട്ടൊക്കെ വെക്കൂളേ. പക്ഷേ ഇത് ബ്ലൗസിന് പോലും നല്ല തുണിയുണ്ട് കണ്ടോ. ഇതാണ് 1 പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല, ഉതിർന്നിങ്ങനെ പോകത്തുമില്ല. ശരീരത്ത് വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും ഒരുപോലെ ഓക്കെ ആയിട്ടുള്ള സാരി. ഇത് കണിക്കൊന്നയല്ല, മാമ്പഴം മഞ്ഞല്ലേ, അല്ലേ മസ്റ്റാർഡെന്നോ പറയാം. മസ്റ്റാർഡും രണ്ടും കൂടെ മസ്റ്റാർഡും മാമ്പഴവും ഒക്കെ കൂടെ മിക്സ് ചെയ്തൊരു കളർ. അടിപൊളിയല്ലേ, രസമല്ലേ. ഏത് കളർ നല്ല അതിനകത്ത്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ. അതിൻ്റെ മെറ്റീരിയലല്ല, സ്റ്റഫും. റാണി പിങ്ക് അല്ലേ, ഇതിൻ്റെ ബോർഡറിലുണ്ടല്ലോ, ഇതുണ്ട് ഇങ്ങനെ ഒരു ലൈൻസ്. ഇങ്ങോട്ട് ഇച്ചിരി സൂം ചെയ്ത്, ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു ചെറിയ ലൈൻസ് പോലെ ഉണ്ട് എല്ലാത്തിനും. രണ്ടാമത് കാണിച്ച ഈ ഡിസൈൻസ് വരുന്ന എല്ലാത്തിലും അങ്ങനെയാണ്, ഒറ്റ ഒരു ഇതായിട്ടല്ല, ചെറിയ ഇങ്ങനെ ഒരു ലൈൻ പോലെയാണ് അതിൻ്റെ ബോർഡർ പോകുന്നത്. ടീൽ ബ്ലൂ, അതിനകത്തുള്ള കളറുകൾ ഇതിനകത്ത് റാണി പിങ്ക് ഇല്ലായിരുന്നു തോന്നുന്നു. ഇതെടുത്ത് വെക്ക്. എല്ലാ കളറും എല്ലാവർക്കും ചേരുകയും ചെയ്യും കേട്ടോ. ഈ കളറുകൾ നോക്കിയാൽ മതി. അതായത് കളർ ഉള്ളവർക്കും കളർ കുറഞ്ഞവർക്കും ഒരുപോലെ ചേരുന്ന കളറുകൾ തന്നെ ചൂസ് ചെയ്ത് അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ കളറുകൾ ഏതെടുത്താലും എല്ലാവർക്കും ഓക്കെ. ടീൽ ബ്ലൂ നല്ല രസമല്ലേ. ആ സൈസ് സാരി തീർന്നേ. അതിപ്പം എത്ര എണ്ണം ഉണ്ടായിരുന്നു? 5 അത് തന്നെയോ? 10 എണ്ണം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, 10 ഇല്ലായിരുന്നു, 8 ആയിരിക്കും. എങ്കിൽ 10. ഇത് നമ്മുടെ ഒരു ഒഴുക്കൻ ഒരു സിൽക്കി സാരി, ചുമ്മാ ഉപയോഗിക്കുന്ന സാരി. അജ്രക്ക് പ്രിൻ്റാണ്, നമ്മുടെ റഫ്യൂസിനൊക്കെ പറ്റുന്ന സാരി. ഇതിപ്പോൾ ബോട്ടിൽ ഗ്രീൻ കളറാണ് കണ്ടോ. ചുമ്മാ ഒഴുക്കൻ സാരിയുടെ ഒരു വിഭാഗത്തിൽ വരുന്ന, ഒഴുക്കനല്ല കേട്ടോ, ഒഴുക്കൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒഴുക്കൻ സാരിയല്ല, ഒരു സിൽക്കി ആയിട്ടുള്ള സാരി ഇങ്ങനെ വരുന്നു. പ്രിൻ്റ് അജ്രക്കാണ് ബോഡിക്കുള്ള, റഫ്യൂസിന് പറ്റുന്ന സാരിയാണ്. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും. ഇപ്പോൾ ബോട്ടിൽ ഗ്രീൻ കളറ്. മുന്താണിയിലെ ഇങ്ങനെ ഇത് വരും മുന്താണി കണ്ടോ. ഇത്രയേ ഉള്ളൂ ബ്ലൗസ്. ഇത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ തന്നെയാണ് കാണിക്കുന്നത് അല്ലേ. നമുക്ക് വിഷുവിൻ്റെ സൂപ്പർ സാരികളൊക്കെ വന്നിട്ടുണ്ട്. കാണിക്കാം കേട്ടോ, വീഡിയോയിൽ അടുത്ത ദിവസം കാണിക്കേ. അതിൻ്റെ വേറെ കളറ് ഡാർക്ക് വാടാമുള്ള അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡ്. ഇതൊരു റാണി പിങ്കിൻ്റെ ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടോ. ചുമ്മാ ഉടുക്കാൻ നല്ലതാ, നല്ല ഭംഗിക്ക് ഉടുക്കണമെങ്കിൽ ഉടുക്കാം. പിന്നെ ഇതിന് ഈ രീതിക്ക് ഉള്ള ഒരു മാലയോ അങ്ങനത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചും കൂടെ വെറൈറ്റി ആക്കി ഭംഗിയാക്കി കുറച്ചും കൂടി എടുപ്പുള്ള സാധനമാക്കി മാറ്റാം. നമ്മൾ ഏത് വില കുറഞ്ഞ ഏത് പൊട്ട സാധനം ഇട്ടാലും അതിനൊരു ഇച്ചിരി ഇതുള്ള ആക്സസറി ഇട്ടാൽ വ്യത്യാസം വരും, ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഈ വീഡിയോയ്ക്ക് എനിക്ക് നന്നായിട്ടറിയാം ഭയങ്കരമായിട്ടുള്ള എൻക്വയറീസ് വരും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ആ വിലയ്ക്ക് ഈ സാരീസ് എല്ലാം നിങ്ങൾക്ക് വളരെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരേ സമയം ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അത്രയ്ക്കുള്ള ഒരു സാരി ആയതുകൊണ്ടും അതിൻ്റെ കളർ കോമ്പിനേഷൻസും സ്റ്റഫും അത്ര മനോഹരമായതുകൊണ്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് തൊട്ട് അടുത്ത പ്രയോറിറ്റി നോക്കിക്കൊള്ളുക. അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടാൽ മാത്രമേ
ബുക്ക്ഡ് ആവുള്ളൂ. നാളത്തേക്കോ 1 മണിക്കൂർ ശേഷത്തേക്കോ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.